നെക്സ്റ്റ് ടോപ്പിക്ക് സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡിൻ്റെ തന്നെ വേറൊരു യൂസാണ്. സെക്കൻഡ് യൂസ് ഓഫ് സൂപ്പർ. നേരത്തെ വൺ വേ ഇൻ വിച്ച് യു കെൻ യൂസ് സൂപ്പർ പറഞ്ഞു, അതായത് സൂപ്പർ കീവേഡ് വെച്ചിട്ട് സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ വിളിക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പം നെക്സ്റ്റ് പറയാൻ പോകുന്നത് സൂപ്പർ കീവേഡ് വെച്ചിട്ട് നമുക്ക് സൂപ്പർ ക്ലാസിൻ്റെ മെമ്പേഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ്. ഓക്കെ, സോ സെക്കൻഡ് ഫോം ഓഫ് സൂപ്പർ ആക്ട് സം വാട്ട് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ മുന്നേ ഞാൻ ചെയ്ത റെക്കോർഡ് ലെക്ചർ ഒന്ന് കണ്ടു നോക്കുക. ദിസ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കൺസ്ട്രക്ടറിലോട്ടോ അല്ലെങ്കിൽ ഒരു മെത്തേഡ്, ഒരു ക്ലാസിൻ്റെ മെത്തേഡിൽ നമ്മൾ ആ ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പർ ആക്സസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ആ ക്ലാസിൻ്റെ ലോക്കൽ വേരിയബിൾസുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരാം. സെയിം നെയിമിൽ ലോക്കൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ മെത്തേഡിൽ സെയിം നെയിമിൽ ലോക്കൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് വരാം. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഒരു ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഐ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റാ മെമ്പർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എൻ്റെ കൺസ്ട്രക്ടർ ഉണ്ടെന്ന് വെച്ചോ. ഈ കൺസ്ട്രക്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഐ എന്ന് പറഞ്ഞ ഡേറ്റാ മെമ്പർ ഇനീഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കൺസ്ട്രക്ടറിൻ്റെ ഈ പാരാമീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പേരും ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൺസ്റ്റന്റ് അകത്ത് നമ്മൾ ഐ ഈക്വൽ ടു ഐ എന്നാണല്ലോ കൊടുക്കുക. ഈ ഐ ഈക്വൽ ടു ഐ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലറിന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ഏത് ഐ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഐ ഈക്വൽ ടു ഐ ആക്ച്വലി ക്രിയേറ്റ്സ് ആംബിഗ്വിറ്റി ഫോർ ദ കമ്പൈലർ. ഇത് കമ്പൈലറിന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആംബിഗ്വിറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻ, ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ യൂഷ്വലി കമ്പൈലർ ഗിവ്സ് എൻ എറർ. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പറിനെ നമുക്ക് ദിസ് വെച്ചിട്ട് അഭിസംബോധന ചെയ്യാം. ദിസ് ഡോട്ട് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പറിനെയാണ്. ഓക്കെ, സോ ദിസ് ഡോട്ട് ഐ ഈക്വൽ ടു ഐ എന്ന് കൊടുക്കുമ്പം ഈ ഐ എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്നാണ്. ഓക്കെ, അതേസമയം ഈ ഐ എന്ന് പറയുന്നത് നമ്മൾ ദിസ് ഡോട്ട് ഐൻ്റെ ഈ ഐ ഉണ്ടല്ലോ, ഈ ഐ ഇതും ഒന്നാണ്. Okay, so this dot I actually refers to the data member or instance variable of the class. അതേസമയം മറ്റേ ഈ പാരാമീറ്റർ ഐ എന്ന് പറയുന്നുണ്ട്, ഈ പാരാമീറ്റർ റൈറ്റ്, പാരാമീറ്റർ ഐ എന്ന് പറയുന്നത് ആണ് ഈ ഐ. ഓക്കെ, സോ ദിസ് ഡോട്ട് ഐ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പം ഇറ്റ്സ് ദിസ് ആക്ച്വലി ദിസ് യൂസ് ചെയ്യുമ്പം ദിസ് റിസോൾവ്സ് ദി ആംബിഗ്വിറ്റി. സോ അതേപോലെ ഇവിടെയും ഒരു ആംബിഗ്വിറ്റി വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് വെൻ വി യൂസ് ദ സെയിം നെയിം ഇൻ ദി ഡേറ്റാ മെമ്പർ ഓഫ് സബ് ക്ലാസ്. സബ് ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പറും സൂപ്പർ ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പറും ഒരേ പേരിലാണ്, അങ്ങനെ ഡേറ്റാ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ദെൻ സബ് ക്ലാസിൻ്റെ മെത്തേഡിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ ഡേറ്റാ മെമ്പർ ആക്സസ് ചെയ്യുമ്പം സബ് ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പർ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സൂപ്പർ ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പർ ആയിട്ട് അതിനെ കാണാൻ പറ്റില്ല. സോ ഇറ്റ് ഗെറ്റ്സ് ഹിഡൻ എന്ന് പറയാം. സൂപ്പർ ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പർ ഗെറ്റ്സ് ഹിഡൻ ബൈ ദി ഡേറ്റാ മെമ്പർ ഓഫ് ദി സബ് ക്ലാസ്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് സൂപ്പർ ക്ലാസിൻ്റെ ഡേറ്റാ മെമ്പറിനെ നമുക്ക് റെഫർ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് ദിസ് കീവേഡ് സൂപ്പർ വിത്ത് സൂപ്പർ ഡോട്ട് മെമ്പർ. അതാണ് ഡേറ്റാ മെമ്പർ ഏതാണ്, അത് സൂപ്പർ ഡോട്ട് മെമ്പർ വെച്ചാൽ ദാറ്റ് റെഫേഴ്സ് ടു സൂപ്പർ ക്ലാസസ് ഡേറ്റാ മെമ്പർ. ഓക്കെ, സോ ദിസ് യൂസേജ് ആസ് ദ ജനറൽ ഫോം. ഈ ജനറൽ ഫോം ആണ് അത്, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സൂപ്പർ ഡോട്ട് നെയിം ഓഫ് ദി മെമ്പർ. സോ മെമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്റ്റൻസ് വേരിയബിളും ആവാം, അത് ഡേറ്റാ മെമ്പറും ആവാം, അല്ലെങ്കിൽ അതൊരു മെത്തേഡും ആവാം കേട്ടോ. This second form of super is most applicable to situations in which member names of a subclass hide members by the same name in the superclass. നേരത്തെ പറഞ്ഞ പോലെ
സൂപ്പർ ക്ലാസ്സിലെ ഡേറ്റ മെമ്പർ ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ പേരും സബ് ക്ലാസിന്റെ ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ പേരും ഒന്നാകുമ്പം സബ് ക്ലാസിന്റെ അകത്തുള്ള ഒരു മെത്തേഡിന്റെ അകത്തുനിന്ന് നമ്മൾ ആ ഇൻസ്റ്റൻസ് വേരിയബിൾ വിളിക്കുമ്പം സബ് ക്ലാസിന്റെ ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിട്ടേ കണക്കാക്കുള്ളൂ. സൂപ്പർ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഹൈഡ് ചെയ്യും. സൂപ്പർ ക്ലാസിന്റെ അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉള്ളതായിട്ട് നമുക്ക് അറിയേയില്ല. സോ സൂപ്പർ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ നമുക്ക് കറക്റ്റ് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്തിട്ട് റെഫർ ചെയ്യാം. സൂപ്പർ ഡോട്ട് നെയിം ഓഫ് ദി മെമ്പർ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. യൂസിങ് സൂപ്പർ ടു ഓവർകം നെയിം ഹൈഡിങ്. സോ എ എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്ത് ഐ എന്ന് പറഞ്ഞൊരു ഡേറ്റ മെമ്പർ ഉണ്ട്, ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്. ഐ എന്ന് പറഞ്ഞ ഡേറ്റ ആ പർട്ടിക്കുലർ ക്ലാസിന്റെ ഒരു സബ് ക്ലാസ് ഉണ്ടാക്കുവാണ് ബി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ബി എക്സ്റ്റൻസ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബി ഇസ് എ സബ് ക്ലാസ് ഓഫ് എ. സോ ബിന്റെ അകത്തും ഐ എന്ന് പറയുന്ന ഡേറ്റ മെമ്പർ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഇത് ബിന്റെതാണ് കേട്ടോ. ഈ ഐ ആരതാണ്? ബി എന്ന് പറയുന്ന ക്ലാസിന്റെ ഡേറ്റ മെമ്പർ ആണ്. സോ ഇവിടെ എഴുതി കമന്റ് ചെയ്തിരിക്കാൻ ദിസ് ഐ ഹൈഡ്സ് ദ ഐ ഇൻ എ. സോ ഈ ഐ എ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിലുള്ള ഐനെ ഹൈഡ് ചെയ്യുന്ന പറയുന്നത്. ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ ബി എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്ത് ഒരു കൺസ്ട്രക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് 2 പാരാമീറ്റേഴ്സ് എ ആൻഡ് ബി. ഈ എ ആൻഡ് ബി പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന തന്നെ ബി എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്തുള്ള ഡേറ്റ മെമ്പർ ഇനീഷ്യലൈസ് ചെയ്യാനും അതുകൂടാതെ എ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസിന്റെ ഡേറ്റ മെമ്പർ ഇനീഷ്യലൈസ് ചെയ്യാനും കൂടിയാണ്. ഓക്കെ, 2 ഡേറ്റ മെമ്പറോ. ബിന്റെ അകത്ത് ഒരു ഡേറ്റ മെമ്പറേ ഉള്ളൂ ഐ എന്ന് പറയുന്നത്. എന്റെ അകത്ത് ഒരു ഡേറ്റ മെമ്പർ ഉണ്ട്, അതും ഐ തന്നെയാണ് പേര്. സോ അത് രണ്ടും ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സൂപ്പർ ഡോട്ട് ഐ ഈക്വൽ ടു എ, ഐ ഈക്വൽ ടു ബി. ഇപ്പൊ ഇവിടെ ഐ ഈക്വൽ ടു എ, ഐ ഈക്വൽ ടു ബി എന്നാണെങ്കിൽ ഏത് ഐ ആണ് ഇത് ഉദ്ദേശിക്കുന്നുള്ളത് കമ്പൈലറിന് കൺഫ്യൂഷൻ ആയിരിക്കും, റൈറ്റ്? സോ ഈ എ എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ്സിലോട്ട് പോകേണ്ട, സൂപ്പർ ക്ലാസ്സിലെ ഐ ഡേറ്റ മെമ്പറിലോട്ട് പോകേണ്ട വാല്യൂ ആണെന്നും ഈ ബി സബ് ക്ലാസിന്റെ ഐയിലോട്ട് പോകേണ്ട വാല്യൂ ആണെന്നും കമ്പൈലറിന് മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ട് കമ്പൈലറിന് ആ ആംബിഗ്വിറ്റി റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് മതിയാവും. സൂപ്പർ ഡോട്ട് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ സൂപ്പർ ക്ലാസസ് ഡേറ്റ മെമ്പർ. ഓക്കെ, ഈ ഐ എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു സബ് ക്ലാസസ് ഡേറ്റ മെമ്പർ. സിംപ്ലി ഐ യൂസ് ചെയ്താൽ അത് സബ് ക്ലാസിൻ്റെതാണ്. ഓക്കെ, സോ സബ് ക്ലാസിന്റെ അകത്തുനിന്ന് ഐ എന്ന് പറഞ്ഞാൽ അത് സബ് ക്ലാസിന്റെ ഐ ആയിട്ടേ കണക്കാക്കുള്ളൂ. സൂപ്പർ ക്ലാസ്സിന് ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടെങ്കിൽ പോലും അത് ഇതിന്റെ അകത്തുനിന്ന് ഇത് ഗെറ്റ്സ് ഹിഡൻ ഫ്രം വിത്തിൻ സബ് ക്ലാസ്. സബ് ക്ലാസിന്റെ അകത്ത് അത് ഹിഡൻ ആയിരിക്കും. ദാറ്റ് ഇസ് നോട്ട് റിവീൽഡ് ഇൻസൈഡ് സബ് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, സബ് ക്ലാസിന്റെ അകത്ത് അത് നമുക്കത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ബി എന്ന് പറയുന്ന സബ് ക്ലാസ്സിന്. അതിൻ്റെ അകത്ത് സബ് ക്ലാസിന്റെ ആക്സസ് ചെയ്യാൻ നമുക്ക് ഐ എന്ന് പറഞ്ഞിട്ട് സിംപ്ലി കൊടുത്താൽ മതി. പക്ഷെ സൂപ്പർ ക്ലാസിന്റെ ആക്സസ് ചെയ്യാൻ സൂപ്പർ ഡോട്ട് ഐ തന്നെ കൊടുക്കണം. ഓക്കെ, ദെൻ യു ഹാവ് സബ് ക്ലാസ് യൂസ് ചെയ്യുന്ന വേറൊരു ക്ലാസ് ആണിത് യൂസ് സൂപ്പർ. അതിൻ്റെ അകത്താണ് മെയിൻ മെത്തേഡ് ഉള്ളത്. അതിൻ്റെ അകത്ത് ബിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വിത്ത് പാസിംഗ് ആർഗ്യുമെന്റ്സ് 1 and 2. സോ ഇത് കൺസ്ട്രക്ടർ വിളിക്കും. ബി എന്ന് പറയുന്ന ക്ലാസിന്റെ കൺസ്ട്രക്ടർ അല്ലെ, റൈറ്റ്? ദിസ് വൺ ഇത് വിളിക്കും. ദിസ് ഗെറ്റ്സ് കോൾഡ്. ഇത് വിളിക്കുമ്പം ഈ ഇതിന്റെ അകത്ത് എയും ബിയും എന്ന് പറയുന്നത് 1 ഉം 2 ആണ് അല്ലെ. ഈ 1 എവിടത്തേക്ക് പോകും? സൂപ്പർ ക്ലാസ്സിലേക്ക് പോകും. 2 എന്ന് പറയുന്നത് സബ് ക്ലാസിന്റെ ഐയിലേക്ക് പോകും, റൈറ്റ്? സോ 1 എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസിന്റെ ഐയിലേക്ക് പോകും. 2 എന്ന് പറയുന്നത് സബ് ക്ലാസിന്റെ ഐയിലേക്ക് പോകും. ഓക്കെ, സോ ഷോ വിളിക്കുമ്പം 1 ഗെറ്റ്സ് ഡിസ്പ്ലേഡ്. ഐ ഇൻ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്ന അവിടെ 1 എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. ഐ ഇൻ സബ് ക്ലാസിന്റെ അകത്ത് 2 എന്ന് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അനദർ യൂസ് ഓഫ് സൂപ്പർ that is used for. ഇതിനാണ് നമ്മൾ പറഞ്ഞു when the superclass variables are hidden inside the subclass, you can access it using super dot member name.
ഓക്കെ.